നമസ്കാരം. ഒരിടവേളയ്ക്ക് ശേഷം കോവിഡ്-19നുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മാർക്കറ്റിൽ സജീവമായിട്ടുണ്ട്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഒറ്റ ദിവസം കൊണ്ട് 628 പുതിയ കോവിഡ്-19 കേസുകളാണ് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തത്. ഇതിൽ തന്നെ കോവിഡ്-19ന്റെ സബ് വേരിയന്റായ JN1 വേരിയന്റിന്റെ 63 കേസുകൾ സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇതുവഴി ഇന്ത്യയിലെ ടോട്ടൽ ആക്റ്റീവ് കോവിഡ് കേസുകളുടെ എണ്ണം 4054ലേക്ക് എത്തി. ഇതുവരെ ഇന്ത്യയിൽ 4.5 കോടി ജനങ്ങൾക്കാണ് കോവിഡ് ബാധിച്ചിട്ടുള്ളത്. ഇതിൽ 4.44 കോടി ജനങ്ങളും കോവിഡിൽ നിന്നും റിക്കവർ ആയി കഴിഞ്ഞു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോവിഡ്-19 വാക്സിൻ നൽകേണ്ട ആവശ്യമില്ല എന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും JN1 വേരിയന്റിന്റെ അതിവ്യാപന ശേഷി ഒരു വലിയ കൺസേണായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്രയിൽ മാത്രം 28 പുതിയ കോവിഡ്-19 കേസുകൾ റിപ്പോർട്ട് ചെയ്തു. മഹാരാഷ്ട്രയിലെ കോവിഡ്-19 കേസുകളുടെ എണ്ണം 153ലേക്ക് എത്തി. കർണാടകയിൽ മാത്രം കഴിഞ്ഞ ദിവസം 34 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. ടോട്ടൽ കേസുകളുടെ 34 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. ഇതിൽ തന്നെ 20 കേസുകളും ബാംഗ്ലൂരിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കോവിഡിൻ്റെ അതിവ്യാപനം മാർക്കറ്റിൽ ഒരു പ്രധാനപ്പെട്ട കൺസേണായി വളർന്നു വരികയാണ്. ഇനി കോവിഡിൻ്റെ അതിവ്യാപനം ഒരു കൺസേണായി വളർന്നു വരുമ്പോൾ ഈ ന്യൂസിൻ്റെ ബെനിഫിറ്റ് ലഭിക്കാൻ സാധ്യതയുള്ള സെക്ടറുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാം. ഹെൽത്ത് കെയർ, ഡയഗ്നോസ്റ്റിക്, ഹോസ്പിറ്റൽ, ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻ്റഗ്രേഡിയൻസ് ഈ സെക്ടറുകൾക്കാണ് സാധാരണ കോവിഡുമായി ബന്ധപ്പെട്ട കൺസേൺ ഉയർന്നു വരുമ്പോൾ ബെനിഫിറ്റ് ലഭിക്കുന്നത്. ഇനി ഈ സെക്ടറിലെ ചില സ്റ്റോക്കുകളിലെ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കാം. ഒട്ടുമിക്ക സ്റ്റോക്കുകളിലും ബ്രേക്കൗട്ട് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റിയോടൊപ്പം തന്നെ പൊസിഷണൽ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റിയുമുണ്ട്. ഒന്നാമത്തെ സ്റ്റോക്ക് മെട്രോപോളിസ് എന്ന സ്റ്റോക്ക് 1700 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. കോവിഡ് സമയത്ത് മികച്ച റാലി കാഴ്ചവെച്ച സ്റ്റോക്ക് 3500 രൂപ വരെ ഉയർന്നിരുന്നു. അതിനുശേഷം പോസ്റ്റ് കോവിഡ് പീരീഡിൽ കമ്പനിക്ക് പഴയ പെർഫോമൻസ് നിലനിർത്താൻ സാധിക്കാതെ വരികയും സ്റ്റോക്ക് കറക്റ്റ് ആവുകയും ചെയ്തു. ഇതോടൊപ്പം തന്നെ പല ഓൺലൈൻ ഡയഗ്നോസ്റ്റിക് കമ്പനികൾ കൂടി ഡയഗ്നോസ്റ്റിക് സെക്ടറിലേക്ക് ഇറങ്ങിയതിൻ്റെ പശ്ചാത്തലത്തിൽ മെട്രോപോളിസ്, ഡോക്ടർ ലാൽപത് ലാബ് തുടങ്ങിയ മുൻനിര കമ്പനികളുടെ പെർഫോമൻസ് മോശമായി. കാരണം ടാറ്റ 1mg പോലുള്ള പല കമ്പനികളും വളരെ ചെറിയ നിരക്കിൽ ഓൺലൈൻ ഡയഗ്നോസ്റ്റിക് സർവീസുകൾ പ്രൊവൈഡ് ചെയ്ത് തുടങ്ങിയതുകൊണ്ട്. അതിനുശേഷം കോവിഡുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് അല്ലെങ്കിൽ കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നതനുസരിച്ച് മെട്രോപോളിസ് എന്ന സ്റ്റോക്കിൽ ബൈയിങ് മൊമെൻറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട്. സ്റ്റോക്ക് 1700-നടുത്ത് ട്രേഡ് ചെയ്യുന്നു. പൊസിഷണൽ ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ 1500 രൂപയുടെ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് 2200 പോലുള്ള ടാർഗറ്റുകൾ നമുക്ക് ഈ സ്റ്റോക്കിൽ എയിം ചെയ്യാവുന്നതാണ്. ഇനി ഡെയിലി ക്യാൻഡിൽ പാറ്റേൺ പരിശോധിച്ചാൽ ഇവിടെ ബ്രേക്കൗട്ട് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റിയുമുണ്ട്. 1750-നടുത്ത് മെട്രോപോളിസ് എന്ന സ്റ്റോക്കിൽ ബ്രേക്കൗട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ നിന്നും ബ്രേക്കൗട്ട് വരികയാണെങ്കിൽ 300-350 പോയിന്റിൻ്റെ അപ്സൈഡ് മൊമെൻറ്റം മെട്രോപോളിസിൽ നിന്നും പ്രതീക്ഷിക്കാം. രണ്ടാമത്തെ സ്റ്റോക്ക് ഡോക്ടർ ലാൽപത് ലാബ്. മെട്രോപോളിസിന് സമാനമായ രീതിയിലുള്ള ഒരു ക്യാൻഡിൽ പാറ്റേൺ തന്നെയാണ് ഡോക്ടർ ലാൽപത് ലാബിലും കാണുന്നത്. റൗണ്ടിംഗ് ബോട്ടം രീതിയിലുള്ള ക്യാൻഡിൽ പാറ്റേൺ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 4000 എന്ന ലെവലിൽ നിന്നും സ്റ്റോക്ക് 2000 വരെ ഇടിയുകയും 2000-ൽ നിന്നും ട്രെൻഡ് റിവേഴ്സൽ വന്ന് ഹയർ സൈഡിലേക്ക് സ്റ്റോക്ക് നീങ്ങുകയുമാണ്. ഡെയിലി ക്യാൻഡിൽ പാറ്റേൺ പരിശോധിച്ചാൽ ഹയർ ഹൈ ഹയർ ലോ രീതിയിലുള്ള ഒരു ക്യാൻഡിൽ പാറ്റേൺ കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ സ്റ്റോക്കിൻ്റെ വില ഇപ്പോൾ ട്രെൻഡ് ലൈൻ സപ്പോർട്ടിന് അടുത്തുമാണ്. ഇവിടെ നിന്നും സ്റ്റോക്ക് 2800, 3000 തുടങ്ങിയ ലെവലുകളിലേക്ക് ഉയരാനുള്ള സാധ്യതയുണ്ട്. ഇനി ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻ്റഗ്രീഡിയൻസ് മാനുഫാക്ചർ ചെയ്യുന്ന ചില സ്റ്റോക്കുകൾക്കും കോവിഡുമായി ബന്ധപ്പെട്ട ന്യൂസുകളുടെ ബെനിഫിറ്റ് ലഭിക്കും. അങ്ങനെയുള്ളൊരു സ്റ്റോക്കാണ് ലോറസ് ലാബ്. 430 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. 381 രൂപയുടെ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് നമ്മൾക്ക് ഈ സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കാം. 500 പോലുള്ള ടാർഗറ്റുകൾ വരും സമയങ്ങളിൽ എയിം ചെയ്യാം. അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ബ്രേക്കൗട്ട് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി കാണുന്ന സ്റ്റോക്കാണ് ഡിവിസ് ലാബിനെ സംബന്ധിച്ചിടത്തോളം 3900 എന്ന ലെവലിൽ 3900 എന്ന ലെവൽ ഒരു റെസിസ്റ്റൻസ് ആണ്. ഇവിടെ ബ്രേക്കൗട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബ്രേക്കൗട്ട് വന്നാൽ സ്റ്റോക്ക് 4000, 4500 തുടങ്ങിയ ലെവലുകളിലേക്ക് ഉയരാനും റൗണ്ടിംഗ് ബോട്ടം രീതിയിലുള്ള ഒരു ക്യാൻഡിൽ പാറ്റേൺ വന്ന് പൊസിഷണൽ ട്രേഡിങ്ങിന് അനുകൂലമായ ടാർഗറ്റുകൾ നമ്മൾക്ക് ഈ സ്റ്റോക്കിൽ നിന്നും നേടാനും സാധിക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്